വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഉദ്ഘാടനം ചെയ്ത ദിവസമേത്? ഉത്തരം 2025 മെയ് 2. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2025 PV നരസിംഹറാവു സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്. ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യമേത്? ഉത്തരം ജപ്പാൻ. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റി. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 14. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം 7. നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത് ആര്? നിയമങ്ങളുടെ ആത്മാവ്. ഉത്തരം മോണ്ടസ്ക്യൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു? ഉത്തരം CD ദേശ്മുഖ്. പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിയോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം? ഉത്തരം ലോക്പാൽ. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്? ഉത്തരം TK മാധവൻ. സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല? ഉത്തരം കോട്ടയം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ല? ഉത്തരം പാലക്കാട്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ഉത്തരം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം കേരളം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഉത്തരം മുതിരപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? ഉത്തരം കുമ്പളങ്ങി. എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉറപ്പു നൽകുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത്? ഉത്തരം സെക്ഷൻ 3. ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് BR ഗവായി? ഉത്തരം 52. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഉത്തരം മത്സ്യത്തൊഴിലാളികൾ. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഏത് കടുവാ സങ്കേതത്തിലാണ് നിലവിൽ വരുന്നത്? ഉത്തരം ആനമല. കിടപ്പു രോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ആശ്വാസകിരണം. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം? ഉത്തരം ഇരുമ്പ്. ലോക ഹിപ്പോപ്പൊട്ടാമസ് ദിനം? ഉത്തരം ഫെബ്രുവരി 15. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ? ഉത്തരം കോഴിക്കോട്. കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ലിത്. പൗരുഷത്തോടുകൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ. ആരുടെ വാക്കുകൾ? ഉത്തരം മന്നത്ത് പത്മനാഭൻ. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണ പിള്ളയുടെ കൃതി? ഉത്തരം വൃത്താന്ത പത്രപ്രവർത്തനം. MK സാനുവിന്റെ മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത് ആരുടെ ജീവചരിത്രമാണ്? ഉത്തരം കുമാരനാശാൻ. ഗാന്ധിജിയുടെ
രാഷ്ട്രീയ ഗുരു ആര്? ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു. ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. ഉത്തരം വെല്ലൂർ കലാപം. INC-യുടെ മുൻഗാമി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ യൂണിയൻ.